ഹായ് ഹലോ ഇറ്റ്സ് മീ യുവേഴ്സ് ചിബിയ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ അടിപൊളി കിണ്ണങ്കാച്ചി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഞാൻ കുറേ ആലോചിച്ചു എന്ത് വീഡിയോ ചെയ്യുമെന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് പ്രൊഡക്ട്സിൻ്റെ കമ്പാരിസൺ വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യാം. കാരണം നിങ്ങൾക്ക് അതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. ഗേൾസിനും ബോയ്സിനും എല്ലാവർക്കും യൂസ്ഫുൾ വീഡിയോ ആണ്. പക്ഷെ ബോയ്സിന് ഇത് ഡയറക്റ്റ്ലി വലിയ യൂസ് ഒന്നും ഇല്ലെങ്കിലും അമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ടും അല്ലെങ്കിൽ വൈഫിനൊക്കെ വേണ്ടിയിട്ട് ഇത് കാണാം, അത്രയും ഉള്ളൂ. പക്ഷെ ഗേൾസിന് ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് വീഡിയോ തന്നെയാണ്. അപ്പോൾ ഞാൻ കുറേ ഡേയ്സായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് വേറൊന്നുമല്ല, എനിക്ക് ചെറിയ രീതിയിൽ പനിയൊക്കെ ഉണ്ടായിരുന്നു. പനി, ജലദോഷം, ചുമ, തുമ്മൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കൊറോണയല്ല. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, കൊറോണയൊന്നുമല്ല, ഇത് നോർമൽ പനിയാണ്. അതായത് ഈ കാലാവസ്ഥയൊക്കെ മാറുമല്ലോ, അപ്പം അങ്ങനെ വന്നതാണ്. അപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ റെസ്റ്റൊക്കെ വേണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര വേദന ഉണ്ടാക്കിയൊരു കാര്യം ആ സമയങ്ങളിൽ നടന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 250 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ഞാനൊരു റൗണ്ട് ചെയ്ത് നിർത്തിയതാണ്. പക്ഷെ ഞാൻ ഇന്നലെ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് നിന്ന് 2 സബ്സ്ക്രൈബേഴ്സ് എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് കടന്നു കളഞ്ഞു. അപ്പോൾ എനിക്കിത് ഭയങ്കര വിഷമം തോന്നി. കാരണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, എല്ലാവർക്കും ഷെയർ ചെയ്ത് എല്ലാവരോടും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ ഉണ്ടാക്കിയതല്ല. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമം വന്നു. അപ്പം ഞാൻ ഓർത്തു എന്തുകൊണ്ട് പോയെന്ന് തോന്നിയപ്പോൾ എനിക്ക് തന്നെ തോന്നി വീഡിയോസ് ഒന്നും ചെയ്യാറില്ലല്ലോ, അപ്പം അതുകൊണ്ടായിരിക്കണം അവർ ഇട്ടേച്ച് പോയത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് പോയവർ തിരിച്ചു വരിക, ഇനിയും പുതിയ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് 2 പ്രൊഡക്ട്സിൻ്റെ കമ്പാരിസൺ വീഡിയോ ആണ്. ഇത് രണ്ടും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന 2 പ്രൊഡക്ട്സ് ആണ്. അടിപൊളി പ്രൊഡക്ട്സും ആണ്. അപ്പം ഈ 2 പ്രൊഡക്ട്സും ചിലപ്പം ഗേൾസിനൊക്കെ അറിയാവുന്ന പ്രൊഡക്ട്സ് ഒക്കെ ആയിരിക്കും, നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ആയിരിക്കും. അപ്പം ഇത് ഞാൻ പറയുന്നത്, ഇത് പുതിയതായിട്ട് യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത്, ഞാനിത് ഒത്തിരി സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചാണ് എനിക്ക് സൂട്ടബിൾ ആയിട്ട്. അപ്പം ഞാനിന്ന് പിരികൊന്നും, അതായത് ഐബ്രോസ് ഒന്നും ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ നോർമൽ ഐബ്രോസ് തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അതായത് നമ്മുടെ ഐബ്രോസ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ മുഖത്തിനൊരു ലുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്ന് അതെനിക്കില്ല, അല്ലെങ്കിലും ഇല്ല, പിന്നെ പറയാലോ അങ്ങനെ. അപ്പോൾ ഞാനിത് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ഒരു വ്യൂവിൽ എനിക്കിതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. പിന്നെ ഇതും ബെറ്റർ തന്നെയാണ്. ഇനി ഇത് രണ്ടിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിലി ഒന്ന് പറയാം. ഇതെന്ന് പറയുന്നത് ബ്ലൂ ഹെവൻ്റെ പ്രൊഡക്റ്റ് ആണ്. ബ്രോ പെർഫെക്റ്റ് ഐബ്രോ എൻഹാൻസർ ആണ്. അപ്പോൾ ഇത് ബ്ലൂ ഹെവൻ്റെ ആണ്, അടിപൊളിയാണ്. ഞാനിതിൻ്റെ ഒന്ന് യൂസ് ചെയ്തിട്ട് അത് പോയിട്ട് രണ്ടാമത് ഓർഡർ ചെയ്തതാണ്. ഇത് രണ്ടാമത് വന്നതാണ്, 2 ഡേയ്സായി വന്നിട്ട്. പക്ഷേ ഇതെനിക്ക് അടിപൊളി സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതും ഞാൻ വാങ്ങിയിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഓർഡർ ചെയ്തതാണ്. പക്ഷേ ഇത് ഫ്ലിപ്കാർട്ട് പ്രൊഡക്റ്റും ഇത് ആമസോൺ പ്രൊഡക്റ്റുമാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല, അതുപോലെ എന്തോ റേറ്റ് കൂടുതൽ അങ്ങനെ എങ്ങാണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് തീർന്നപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ്, നല്ലതാണെന്ന് തോന്നിയിട്ട് വാങ്ങിയതാണ്. പക്ഷെ നല്ലതാണ്, കുഴപ്പമില്ല, ഓക്കെ പ്രൊഡക്റ്റാണ്. അപ്പം ഫസ്റ്റ് ഞാൻ ഇത് യൂസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഇത് ബ്ലൂ ഹെവൻ്റെ ബ്രോ പെർഫെക്റ്റ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഐബ്രോസിന് ചേർന്ന ഡാർക്കാണ്, ബ്ലാക്ക് കളർ, നല്ലൊരു ഷെയ്ഡ് തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ലിഡ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക്കൊക്കെ പോലെ റോൾ ചെയ്യുമ്പോൾ ഇറങ്ങി വരികയും കയറി പോവുകയും ചെയ്യുന്നൊരു ഇതാണ്. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബ്രഷ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഐബ്രോസ് ഇങ്ങനെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതൊന്ന് ഈ ഐബ്രോസിൽ എഴുതി കാണിക്കാം, അടുത്തത് അപ്പുറത്തെ ഐബ്രോസിൽ ഒന്ന് എഴുതി കാണിക്കാം. അതിന് മുന്നേ ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്നും ചെയ്തിട്ടില്ല, ക്ലിയർ ഒന്നും ചെയ്തിട്ടില്ല, നോർമൽ എൻ്റെ ഐബ്രോസ് തന്നെയാണ്. അപ്പം ഞാനിതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് എത്രമാത്രം ഓക്കെ ആവുമെന്ന് എനിക്കറിയില്ല. ഞാനിതിനൊക്കെ അത്യാവശ്യം നല്ല സമയം എടുക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്കറിയില്ല. പിന്നെ ഞാൻ അത്യാവശ്യം ഇപ്പം മേക്കപ്പ് ഒന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഓക്കെ എൻ്റെ മുഖത്തിന് എത്ര സെറ്റ് ആവുന്നൊന്നും കാണുന്നില്ല. എങ്കിലും കുഴപ്പമില്ല, ഓക്കെ പ്രൊഡക്റ്റ് ആണെന്ന് തന്നെ പറയാം. എനിക്കിഷ്ടമാണിത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാനാവും ഒരു ഡിഫറൻസ്. ഇവിടെ എനിക്ക് കുറച്ചുകൂടെ ചെയ്യണം, കാരണം എനിക്കിവിടെ പിരുകില്ല. ഐബ്രോസ് എനിക്ക് ഭയങ്കര കുറവാണ്, എനിക്ക് ഭയങ്കര കുറവാണ്. ഓക്കെ, അപ്പോൾ ഞാനത് ഫില്ല് ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം
ഇത് ഒരു ആർട്ടിഫിഷ്യലാണെന്ന് നമുക്ക് തോന്നത്തില്ല. ഇത് കണ്ടോ, അതായത് എനിക്കിവിടെ ഇല്ല ഗൈസ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ഞാനത് സെറ്റ് ചെയ്തു. ഇനി നൈസായിട്ട് ഒന്ന് എഴുതി കൊടുക്കും. എൻ്റെ ഇതാണ് ഒരു ഐബ്രോ. അപ്പോൾ ഇതിങ്ങനെയാണ്. ഇതാണ് എൻ്റെ ഒരു ഐബ്രോ പെൻസിൽ കൊണ്ട് ഞാൻ ചെയ്ത എൻ്റെ ഐബ്രോ. പിന്നെ എൻ്റെ ഐബ്രോസ് ഒന്ന് എടുക്കാറായിരിക്കുവാണ്, അതുകൊണ്ട് ഇത്രയൊക്കെ പെർഫെക്ഷനേ കിട്ടുകയുള്ളൂ. ഇതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം 2 ഐബ്രോസ് തമ്മിൽ എന്ത് ഡിഫറൻസ് ഉണ്ടെന്ന്. ഇപ്പം തന്നെ മുഖത്തിനൊരു കണ്ടോ, ഒരു അടിപൊളി ലുക്കായി ഇത്. അപ്പോൾ ഇതിൻ്റെ ഇത് കാണിച്ചു തരാം. നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇത് അടുത്തത് ഇങ്ങനൊരു ഓപ്പൺ ഇതിലാണ്. പിന്നെ ഇതിനകത്ത് ഒരു ടൂളുണ്ട്, അതായത് ബ്രഷും ഇതിൻ്റെ ഒരു ഇതോടെ ചേർന്നതുണ്ട്. പിന്നെ ഇതൊരു പ്ലക്കറാണ്, അതായത് ഇത് നമുക്ക് പിരികം വളരുവാണെങ്കിൽ നൈസായിട്ട് പ്ലക്ക് ചെയ്ത് കളയാൻ പറ്റും. പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല, കാരണം എനിക്ക് വേദന ഇത് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വേദന ഉണ്ട്, അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറില്ല. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്തൊരു 3 ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്, കാണാൻ പറ്റുന്നില്ലല്ലേ, സോറി. അപ്പോൾ ഇത് വൈറ്റ് ഷെയ്ഡുണ്ട്, പിന്നെ ഒരു ലൈറ്റ് ബ്രൗൺ, പിന്നെ ഒരു ഡാർക്ക് ബ്രൗൺ. ഇത് ബ്ലാക്ക് അല്ല, ലൈറ്റ് ബ്രൗണും ഡാർക്ക് ബ്രൗണും ആണ്. നമ്മുടെ പിരികത്തിൻ്റെ ഒരു ഷെയ്ഡ് ഇതിനകത്ത് ഞാൻ കണ്ടില്ല, ഡാർക്ക് ബ്രൗൺ ആണ്. പക്ഷേ ഇത് ഓക്കെ ആയിരിക്കും എന്ന് ഓർത്താണ് ഞാൻ മേടിച്ചത്. പക്ഷേ ഓക്കെ പ്രൊഡക്റ്റാണ്, കൊള്ളത്തില്ലെന്നല്ല. പിന്നെ ഇതിനകത്ത് ഈ സൈഡിലൊരു മിററും കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കി ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡ് പിരികം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് സെക്കൻഡ് പിരികം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വെച്ച് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വിടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ 2 പിരികവും ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് ഇപ്പം തന്നെ മനസ്സിലാവും. ഇതൊരു ആർട്ടിഫിഷ്യലി ഭയങ്കരമായിട്ട് ബ്ലാക്ക് കളർ വന്ന പോലെ തോന്നി എനിക്ക്. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ എത്രമാത്രം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ ആക്ച്വലി ഇത് നല്ല രീതിയിലൊരു പൗഡർ ഫീലാണ് നമുക്ക് തരുന്നത്. പക്ഷേ ഇത് നല്ലൊരു ലുക്കാണ്. എന്നും പറഞ്ഞാൽ ഇത് ചള്ള് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കൊള്ളത്തില്ലാത്ത പ്രൊഡക്റ്റ് ആണെന്നല്ല, ഓക്കെ പ്രൊഡക്റ്റാണ്. ചിലപ്പോൾ ഇത് എൻ്റെ സ്കിന്നിന് മാച്ച് ആവാത്തതുകൊണ്ടായിരിക്കും എനിക്കിതൊരു എന്താ പറയുക, ഒരു ഇഷ്ടപ്പെടാത്തത്. ചിലപ്പോൾ നിങ്ങൾക്കിത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഞാനിത് കാണിച്ചു തരാം, നിങ്ങൾക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം. ഞാനിതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ എൻ്റെ വീഡിയോയിലുണ്ട്, എനിക്കറിയാം. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഒരു ഇത് ഇടുക, കമൻറ്റ് ഇടുക. അപ്പോഴത്തേക്കും എനിക്കത് കൂടുതലായിട്ട് എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കങ്ങനെ എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കാൻ സാധിക്കട്ടെ, നല്ല രീതിയിൽ ചാനൽ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.